ഇനി അഞ്ജലി ശ്രീധർ നമുക്കൊപ്പം ഒരു രസകരമായ വാർത്ത നൽകുന്നുണ്ട്. അഞ്ജലി ശ്രീജിത രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. 17 വയസ്സിന് താഴെയുള്ള 16 പെൺകുട്ടികൾ കൈകെട്ടി പെരിയാർ നീന്തി കടക്കാൻ പോവുകയാണ്. 45 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികൾ പെരിയാർ നീന്തി കടക്കും. മുങ്ങിമരണം ഒഴിവാക്കാൻ എല്ലാവരും നീന്തൽ പഠിക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ നിങ്ങൾ കൈകെട്ടി നീന്തരുത് എന്ന ഒരു മുന്നറിയിപ്പോടു കൂടി നമ്മൾ അഞ്ജലി ശ്രീജിത രാജിലേക്ക് പോകുന്നു. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവം? കൗതുകമുള്ള കാഴ്ചയാണ്. നീന്തൽ എപ്പോൾ തുടങ്ങും? കൈകെട്ടി നീന്തുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രേക്ഷകരോട് പറയാനുള്ളത് കൈകെട്ടി നീന്തരുത്, നിങ്ങൾ ഫ്രീ ആക്കി തന്നെ നീന്തണം എന്നുള്ളതാണ്. മുന്നറിയിപ്പുണ്ട്. എന്താണ് സംഭവം? എപ്പോഴാണ് തുടങ്ങുക? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ ഉള്ളത് ദേശം കടവിലാണ്. അതായത് 17 വയസ്സിന് താഴെയുള്ള 16 പെൺകുട്ടികൾ പെരിയാറ് നീന്തി കടന്നിരിക്കുകയാണ്. അവർ 45 മിനിറ്റ് എടുത്ത് ഈ പെരിയാറിന്റെ, അതായത് മണ്ഡപം കടവ് മുതൽ ദേശം കടവ് വരെ നീന്തി എത്തിയിരിക്കുകയാണ്. എന്റെ കൂടെയുള്ളത് ഈ 16 ചുണക്കുട്ടികളാണ്. ഇവരെല്ലാവരും സുരക്ഷിതമായി തന്നെ, അതായത് കൈകാലുകൾ ഉപയോഗിച്ച് നീന്താൻ ഭയക്കുന്ന പെരിയാറിന്റെ ആഴങ്ങൾ കൈകാലുകൾ ബന്ധിച്ചാണ് ഇവർ നീന്തി കടന്നിരിക്കുന്നത്. നമുക്ക് ഈ കുട്ടികളോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പേടിയുണ്ടായിരുന്നില്ല, സാറുള്ളതുകൊണ്ട് പേടിയുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ കുറേ ആയോ ഇവിടെ പഠിക്കാൻ വരുന്നു? ഞാൻ 2 കൊല്ലമായി ഇങ്ങനെ ഓരോ പ്രാവശ്യം നിർത്തി ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റി. അരുൺകുമാർ, ഇവർ രണ്ടുപേരും ഇരട്ട കുട്ടികളാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പെരിയാറിന്റെ പുഴ നീന്തി കടന്നിരിക്കുന്നത്. നമുക്ക് ഇവരുടെ പരിശീലകൻ സജീവ് സാറുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരികാതിരിക്കാൻ വേണ്ടി ആലുവാണപ്പുറം ദേശം കടവിൽ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടികളെ 16 കുട്ടികളെ ഇന്ന് നീന്തി കാണിച്ചത് പെൺകുട്ടികൾക്കും നന്നായിട്ട് നീന്തൽ പഠിക്കാം, ഇനിയൊരു മുങ്ങിമരണം ഉണ്ടാകാതെ ഇരിക്കട്ടെ, കേരളത്തിലെങ്കിലും ആ ഒരു ശബദത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ നീന്തി, ഇവർ ഏകദേശം 2 മാസം കൊണ്ട് നീന്തൽ പഠിച്ചവരാണ്. അതിനുശേഷം 21 ദിവസം കൈയും കാലും പുറയിൽ കെട്ടി പ്രാക്ടീസ് ചെയ്തു. 10 പ്രാവശ്യം ഇതിനു മുമ്പ് ആലുവ പെരിയാർ ഇതേ ദൂരം ക്രോസ് ചെയ്തു. അത്രയും പിന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, സ്കൂബ ഡൈവേഴ്സ് വരെ, അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നീന്തിച്ചത്. ഇവിടെ നീന്തൽ അറിയാൻ പാടില്ലാത്ത ആര് വേണമെങ്കിലും ഇവിടെ വന്നാൽ മണപ്പുറം ദേശം കടവിൽ നവംബർ 1 തുടങ്ങി മെയ് 31 വരെ 16 ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിക്കും, സൗജന്യമായിട്ട് പഠിപ്പിക്കും. അങ്ങനെ നീന്തൽ എല്ലാവരും പഠിക്കുകയാണെങ്കിൽ കേരളത്തിൽ ആരും മുങ്ങി മരിക്കില്ല. 16 പെൺകുട്ടികളാണുള്ളത്. ഇതില് വെള്ളം പേടിയുള്ള ആളുകൾ വരെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇവർക്ക് നീന്തൽ പരിശീലനം നടത്തിയതോടെ വെള്ളം പേടിയില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ, വെള്ളം പണ്ട് പേടിയായിരുന്നോ? അപ്പൊ ഇവിടെ വന്നപ്പോ ആ പേടി മാറിയോ? മാറി. അപ്പൊ എങ്ങനെയായിരുന്നു, അതായത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് മുങ്ങിയിരിക്കലാണ്, അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവിടെ കമ്പിയും ട്യൂബും ഫ്രെയിം എല്ലാത്തിലും ഇട്ട് നീന്തിച്ചപ്പോ എനിക്ക് ആ പേടിയൊക്കെ മാറി. ഇയാൾക്കും അങ്ങനെ തന്നെയായിരുന്നു? വെള്ളം പേടിയായിരുന്നു, വെള്ളത്തിൽ ഇറങ്ങാൻ കൂടി പേടിയായിരുന്നു. എന്താണ് ആളുകളോട്, അതായത് പ്രായത്തിലുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത്, അതായത് നീന്തലിന്റെ പ്രാധാന്യം? എല്ലാവരും വന്ന് നീന്തൽ പഠിക്കണം. ഇപ്പോൾ കുറേ പേര് മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീന്തൽ പഠിച്ചാൽ അതൊക്കെ മാറും. ജസ്റ്റ് ഒന്ന് കൈയും കാലിട്ട് ഇളക്കിയാൽ തന്നെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അരുൺകുമാർ, ഈ ചെറിയ കുട്ടികളാണ് നീന്തലിന്റെ പ്രാധാന്യം ഇത്രയും, അതായത് ചെറിയ വാക്കുകളിൽ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് കൈകാലുകൾ ഉപയോഗിച്ച് നീന്താൻ ഭയക്കുന്ന ആഴങ്ങളിലാണ് കൈകാലുകൾ ബന്ധിച്ച് ഈ 16 പെൺകുട്ടികൾ നീന്തി കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അഞ്ജലിക്ക് നീന്തൽ അറിയോ? സത്യം പറഞ്ഞ എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. ഞാൻ സാറിന്റെ കീഴിൽ പഠിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്കും വാഗ്ദാനമുണ്ട്, നവംബർ 1 വന്ന് എന്നെയും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. ഈ വർഷം 2962 പേരെയാണ് ഇവിടെ നീന്തൽ പഠിപ്പിച്ചത്. അതിൽ 333 പേര് ആലുവ പെരിയാർ ക്രോസ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ക്രോസ് ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. വെറുതെ നീന്തൽ പഠിപ്പിച്ച് ഇവിടെ ക്രോസ് ചെയ്യാനാണ് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എല്ലാവിധ ആശംസകളും. അടുത്ത ജനുവരിയിൽ അല്ല, നവംബർ 1 പഠിച്ചോളൂ. ജനുവരി ആവുമല്ലോ പഠിച്ചെടുക്കാൻ. അപ്പോൾ ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് നീന്തി ക്രോസ് ചെയ്യാം പെരിയാർ. താങ്ക് യു അഞ്ജലി. അഞ്ജലിയാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ച്. 45 മിനിറ്റ് കൊണ്ടാണ് ഈ 16 പെൺകുട്ടികൾ കൈകാലുകൾ ബന്ധിച്ച് പെരിയാർ നീന്തിക്കടന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയാണ്. നമുക്ക് നീന്താനാണെങ്കിൽ നമ്മുടെ കൈ മാത്രം പോരെ കേട്ടോ, നാട്ടുകാരുടെ കൈ കൊണ്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പൊതുവേ നീന്താറുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, നീന്തലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പരമാവധി നീന്തൽ പഠിക്കണം, കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറച്ച് ചെറിയ
ചെറിയൊരു സാമ്പത്തിക ചെലവും കുറച്ചൊരു സമയം നിങ്ങൾ ബുദ്ധിമുട്ടാനും തയ്യാറാണെങ്കിൽ അവർക്കെതിരെ അടിസ്ഥാനമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത നല്ല സ്വിമ്മിംഗ് പൂളുകളിൽ നീന്തലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കുളങ്ങളുണ്ടാവും, അവിടെയൊക്കെ പോയി കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുക, അവരെ നീന്താൻ പഠിപ്പിക്കണം, സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കണം. ഇതൊക്കെ അടിസ്ഥാനമായി നമുക്ക് വേണ്ടുന്നതാണ്. ജീവൻ നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.